ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജെയിൻ സ്ക്വാഡ്. ഇന്ന് നമ്മൾ പ്ലെയർ റിവ്യൂ വീഡിയോ ആണ് ചെയ്യുന്നത്. വേറൊന്നുമല്ല, യൂറോപ്യൻ ക്ലബ് ഗാർഡിയൻസ് ഓൾറെഡി കഴിഞ്ഞ തിങ്കളാഴ്ച വന്ന പാക്കാണ്. അത് നമ്മൾ വൈപ്പ് ഔട്ട് ചെയ്തിരുന്നു. മാൽഡിനി, തുറാം, സാബി, ഈ 3 പ്ലെയേഴ്സായിരുന്നു ഉണ്ടായിരുന്നത്. മെയിനായിട്ട് എൻ്റെ ടാർഗറ്റ് എന്ന് പറയാൻ എല്ലാവരുടെയും ടാർഗറ്റ് മാൽഡിനി തന്നെയായിരിക്കും. ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് മാൽഡിനിനെ അവർ ഗെയിമിലേക്ക് ആഡ് ചെയ്തതും വന്നതും. അതായത് ഞാൻ ആ പ്ലെയറിനെ യൂസ് ചെയ്യുന്നത് അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്, ഈ വീഡിയോയിൽ നോക്കുന്നത്. നമുക്ക് നോക്കാം. ഇതാണ് എൻ്റെ സ്ക്വാഡ്. ഞാൻ മാൽഡിനിനെ സെൻറ്റർ ബാക്ക് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓൾറെഡി കോസ്റ്റർക്കാട്ട ഉണ്ട് എൻ്റെ ലെഫ്റ്റ് ബാക്ക്. പോരാത്തതിന് അതാ 100 കോയിനിൽ എനിക്ക് കിട്ടിയതാണ് ജോഡി ആൽബ. ഒഫൻസീവാണ്, എന്നിരുന്നാലും ഡിഫെൻസീവ് കൊടുത്താൽ നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. ഒരു ചെറിയൊരു ഹെഡിങ്ങിൻ്റെ പ്രശ്നമുണ്ട്, ഹൈറ്റിൻ്റെ, അല്ലാതെ വേറെ ബുദ്ധിമുട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് കോസ്റ്റർക്കാട്ടേനെയാണ്. അപ്പം എനിക്ക് നല്ലൊരു സെൻറ്റർ ബാക്ക് ആയിരുന്നു ഇല്ലാതിരുന്നത്. അതിനെന്ന് വെച്ചാൽ മെയിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന 2 സെൻറ്റർ ബാക്ക്, ഒന്ന് കന്നവാരോ 106 റേറ്റിംഗ്, പിന്നെ ബറേസി ആയിരുന്നു. ഇത് 2 പേരുടെയും മെയിൻ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഹൈറ്റാണ്. എന്നിരുന്നാലും ജമ്പിങ്ങും കാര്യങ്ങളും ഉണ്ടെങ്കിലും നല്ലൊരു ഹെഡിങ് എബിലിറ്റി ഉള്ള ഫോർവേഡ് ഉണ്ടെങ്കിൽ ബീറ്റ് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾക്കറിയാമല്ലോ, ഗെയിമിൽ ഹൈറ്റിന് പ്രത്യേകിച്ച് ഡിഫൻഡർമാർക്ക് നല്ല ഇമ്പോർട്ടൻ്റ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ മാൽഡിനെ കിട്ടിയപ്പോൾ എന്ത് ചെയ്തത്, ഞാൻ CB ആയിട്ടാണ് ട്രെയിൻ ചെയ്തത്. എൻ്റെ ഒപ്പീനിയൻ, എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ നിലവിൽ ഗെയിമിലെ ഡിഫൻഡർമാരിലെ എൻഡ് ഗാർഡാണ് മാൽഡിനി. എന്നുവെച്ചാൽ അത് ലെഫ്റ്റ് ബാക്കായിട്ട് യൂസ് ചെയ്യുന്നവർക്കും അതായത് CB ആയിട്ട് യൂസ് ചെയ്യുന്നവർക്കും അറിയാൻ കഴിയും. പോരാത്തതിന് ഇത് മാൽഡിനിയുടെ യങ് വെർഷനാണ്. അതായത് നമുക്ക് നോക്കി അറിയാം, ജസ്റ്റ് 24 വയസ്സ് മാത്രമുള്ളൊരു മാൽഡിനിയാണ് വന്നിരിക്കുന്നത്. യങ് ആണ്. അതായത് മാൽഡിനി തൻ്റെ കരിയർ ആരംഭിച്ചപ്പോൾ AC മിലാനിൽ എങ്ങനെയാണോ, അതായത് സ്പീഡ് കാര്യങ്ങളൊക്കെ മറ്റ് കാർഡുകൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കൂടുതലാണിത്. ഞാനിത് എങ്ങനെ പ്രോഗ്രഷൻ ഒക്കെ ഞാൻ പറഞ്ഞു തരാൻ വഴിയെ. പിന്നെ CB ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് പേർക്കാണിത് നൺ പ്ലേയിങ് സ്റ്റേജാണ് വരിക. ഒന്നെങ്കിൽ മാൽഡിനിയുടെ മുന്നേ വന്ന CB കാർഡ് ഡിസ്ട്രോയർ ആയിരുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ വന്നതും ഇതിന് മുന്നേ വന്നതൊക്കെ ഡിഫെൻസീവ് ഫുൾ ബാക്ക് ആയിട്ടാണ്. പക്ഷേ ഈ കാർഡ് ഡിഫെൻസീവ് ഫുൾ ബാക്ക് ആയിട്ടാണ് വന്നത്. എന്നിരുന്നാൽ കൂടെ ഇത് CB ആയിട്ട് നല്ല പെർഫോമൻസ് തരുന്നുണ്ട് നിലവിൽ. എനിക്ക് 2 ബിൽഡപ്പിൻ്റെ കൂടെ യൂസ് ചെയ്യുമ്പം എനിക്ക് ചെറുതായിട്ട് മുന്നോട്ട് കയറി പോകുന്നതായിട്ട് ഫീൽ ചെയ്തു. അല്ലാതെ ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഇങ്ങനെയാണ് എൻ്റെ കോംബോ. കന്നവാരോയുടെ കൂടെ ഇടുമ്പോൾ കന്നവാരോ ഓൾറെഡി ഡിസ്ട്രോയർ ആണ്. അപ്പോൾ ഒരു ബിൽഡപ്പ് CB അങ്ങനെ കളിക്കുന്നോ അതേ പെർഫോമൻസാണ് ഈ പ്രൊഫഷണലിൽ മാൽഡിനി എനിക്ക് തരുന്നത്. ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസാണ്. അതായത് ഹെഡിങ് ആയിക്കോട്ടെ, കാര്യം ഹെഡിങ് ഏരിയ സിപ്പാറ്റി ഇല്ല, അത് നമ്മൾ അഡീഷണലായിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. ഞാൻ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും അല്ലെങ്കിലും കുഴപ്പമില്ല, അത് ആഡ് ചെയ്തപ്പോൾ ഒന്നും കൂടെ പവർഫുള്ളായി. അത്രമേ നല്ല പെർഫോമൻസാണ് ഗെയിമിൽ മാൽഡിനി തരുന്നത്. അതപ്പം നിലവിൽ നോക്കുകയാണെങ്കിൽ തന്നെ ഇതാ, ഞാൻ 49 മാച്ചിൽ 8 ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ട്. അതൊരു ഡിഫൻഡറാണെന്ന് വിചാരിക്കണം. 8 ഗോൾ. ഇതെല്ലാം ഓൺലൈൻ മാച്ചാണ്. ഞാൻ കാണിച്ചു തരാം. ഞാൻ ഡിവിഷൻ 1 കറൻ്റ് ഇപ്പോൾ കളിക്കുന്നത്. ഡിവിഷൻ 1 കറൻ്റ് കളിക്കുമ്പോൾ നമുക്കറിയാമല്ലോ, ഓൾറെഡി നല്ല ഓപ്പോണൻ്റാണ് വരിക. മോശമായിട്ടുള്ള ഓപ്പോണൻ്റൊന്നും വരാറില്ല. അതപ്പം 23,479 എൻ്റെ റാങ്ക് ഡിവിഷൻ 1. അതിൽ കളിക്കുമ്പം ആണ് ഞാൻ ഓഫ്ലൈൻ മാച്ചൊന്നും കളിച്ചിട്ടില്ല. അതായത് ഡിവിഷൻ 1 ഡിവിഷൻ 2 കിടന്നത്. മാൽഡിനി വെച്ച് ഡിവിഷൻ 1 പുഷ് ചെയ്തു, വീണ്ടും ഡിവിഷൻ 2 വന്നു, പിന്നെ ഡിവിഷൻ 1 കയറി. നമുക്കറിയാമല്ലോ, പിന്നെ ഒരുപാട് റാങ്ക് പുഷ് ചെയ്യാനുള്ള ടൈമൊന്നും നമുക്ക് ലഭിക്കാറില്ല. എന്നിരുന്നാൽ കൂടെ ഈ പ്രൊഫഷനിൽ, അതായത് കോർണറിൽ നിന്നാണ് ഈ 8 ഗോളുകൾ അടിച്ചേക്കുന്നത്. അതായത് അറ്റാക്ക് 1 കൊടുത്താൽ ഒരു 80% ഗോളിനുള്ള സാധ്യതയുണ്ട്. എന്നുവെച്ചാൽ അത്രമാത്രം നല്ല ജമ്പും കറക്റ്റ് നല്ല പവർ, നല്ല ബുള്ളറ്റ് ഹെഡറിൻ്റെ പവറിൽ കൊത്തി വലയിടാനുള്ള കഴിവും കൂടെ ഈ മാൽഡിനിക്കുണ്ട്. ഡിഫെൻഡിങ് ആണെങ്കിൽ പറയേ വേണ്ട. അടുത്തൂടെ എല്ലാം പോയാൽ കാല് നീട്ടി വെച്ച് പിടിക്കാൻ എല്ലാം. അതായത് ഡിഫെൻസീവ് മിഡ്ഫീൽഡിൽ വിയേര എന്തോരം കാല് നീട്ടി വെച്ച് പിടിക്കുന്നത് നമുക്ക് വിയേര യൂസ് ചെയ്യുന്ന ഒരാൾക്കറിയാം. അതേപോലെയാണ് ഈ മാൽഡിനിയും കളിക്കുന്നത്. പിന്നെ തുറാമാണ്. തുറാമിനെ കുറിച്ച് ഞാൻ വേറെ സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. ഞാൻ 2 പേരെയും സെൻറ്റർ ബാക്കാക്കി യൂസ് ചെയ്ത് നോക്കി. പക്ഷേ എനിക്ക് ഒന്നുകൂടെ ഇഫക്റ്റീവായിട്ട് തോന്നിയത് മാൽഡിനിയാണ് സെൻറ്റർ ബാക്ക്. തുറാമ് കുറച്ച് ബെറ്റർ ആയിട്ട് തോന്നിയത് റൈറ്റ് ബാക്കാണ്. എന്നിരുന്നാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ തുറാമ് മാൽഡിനി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഒഫൻസീവായിട്ട് മുന്നോട്ട് കയറി പോകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ റൈറ്റ് ബാക്കായിട്ട് ഞാൻ ഡിക്സണെ മാറ്റി തുറാമിനെ റൈറ്റ് ബാക്കിൽ തന്നെ ഇട്ടു.
സെൻറ്റർ ബാക്കായിട്ട് അവിടെ മാൾഡീനെ ഫിക്സ് ചെയ്ത് ഇട്ടിരിക്കുകയാണ്. നമുക്ക് സ്റ്റാറ്റ് നോക്കാം. മാൾഡീനിയുടെ സ്റ്റാറ്റ് നോക്കുകയാണെങ്കിൽ മൊത്തം 33 ലെവൽ വരുന്നത്. എൻ്റെ പ്രൊഫഷനിൽ ഞാൻ ഹെഡിങ് 90 ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 93 ഹെഡിങ് കിട്ടും, 100 ഡിഫൻസീവ് അവർനെസ്, 99 ടാക്ലിങ്, 93 അഗ്രഷൻ, 101 ഡിഫൻസീവ് എൻഗേജ്മെൻറ്റ്. അതായത് ഒരു എൻഡ് കാർഡ് തന്നെയാണ്. ഇതിപ്പോൾ നമുക്കറിയാം, ഇതിപ്പോൾ നോർമലി ഇതിൽ കാണുന്നില്ല. ഈ സ്റ്റാറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കൊരു 108 CBയുടെ ലെവൽ കിട്ടേണ്ടതാണ് നമ്മൾ ഈ ഇതിൽ ചെയ്തേക്കുന്നത്. പക്ഷേ നമ്മൾ ഗെയിമിൽ അത്ര കാണിക്കില്ല. അതെന്താണ്, CB അല്ലാത്തതുകൊണ്ട്. നമ്മൾ ഡിഫൻസീവ് ഫുൾ ബാക്കിനെ പിടിച്ച് ഇങ്ങനെ ആക്കുമ്പോൾ അതിൽ നോർമൽ ഓവറോൾ റേറ്റ് കുറയുകയാണ് ചെയ്യുന്നത്. പക്ഷേ കാർഡ് അല്ലാതെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 108 CBക്കുള്ള ഫുൾ ആട്രിബ്യൂട്ട് ഈ കാർഡിനുണ്ട്. സ്പീഡ് നോക്കുവാണെങ്കിൽ കണ്ടില്ലേ, മാൾഡീനയുടെ ഒരു കാർഡിന് ഇത്ര സ്പീഡ് വന്നിട്ടില്ല. 91 CB ആയിട്ട് ട്രെയിൻ ചെയ്തിട്ട് പോലും 91 സ്പീഡുണ്ട്. ജമ്പിങ് 95 ഉണ്ട്. ഫിസിക്കൽ കോൺടാക്റ്റ് 89 ഉണ്ട്. വേണമെങ്കിൽ ഇനി കൂട്ടി കൊടുക്കാം. പക്ഷേ എനിക്കിത് ഞാൻ 2-3 പ്രൊഗ്രഷൻ ചെയ്തിട്ട് എനിക്ക് കംഫർട്ടായിട്ട് പ്രൊഗ്രഷൻ ഇതാണ്. അതുകൊണ്ട് ഞാൻ ഇതിലങ്ങ് നിർത്തി. ഇത് നല്ല പ്രൊഗ്രഷനാണ്. പിന്നെ 94 സ്റ്റാമിനയുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ ഞാൻ 2 ഷട്ട് ഡൗൺ ആണ് കൊടുത്തത്. ഓൾറെഡി ഉള്ള ബൂസ്റ്റ് ഷട്ട് ഡൗൺ ആണ്, ഞാൻ വീണ്ടും ഷട്ട് ഡൗൺ തന്നെയാണ് കൊടുത്തത്. പിന്നെ ഇതുള്ള സ്കില്ലുകൾ നമുക്ക് നോക്കാം. ഇതിലിപ്പം ഞാൻ ആഡ് ചെയ്ത് അഡീഷണലായിട്ട് ഹെഡിങ്, എരിസ്, ബാറ്റിങ് കൊടുത്തു. അപ്പോൾ ഒന്നും കൂടെ പവർഫുള്ളായി. അതായത് ഒരു എൻഡ് ഗെയിം കാർഡ് തന്നെയായി മാറിയത്. ഇതും കൂടെ കൊടുത്തപ്പോൾ ഒരു രക്ഷയില്ല. ഈ കാർഡ് കിട്ടിയവർ ഈ പ്രൊഫഷണലൊന്ന് നോക്കുക. നല്ല പെർഫോമൻസ് കിട്ടും നിങ്ങൾക്ക് ഗെയിമിൽ. ചിലർ പറയുന്നുണ്ട് ഓവറായിട്ട് കയറി പോകുന്നുണ്ടെന്ന്. ഞാൻ ഇത് ക്വിക്ക് കൗണ്ടറാണ്. ക്വിക്ക് കൗണ്ടർ നമുക്കറിയാമല്ലോ, ഫ്രണ്ട് ലൈൻ ഡിഫൻസാണ് കളിക്കുക. എന്നിരുന്നാൽ കൂടി ഒരു ഡിസ്ട്രോയുടെ കൂടി ഇടുമ്പോൾ ഒരു ബിൽഡപ്പ് CB എങ്ങനെയാണ് കളിക്കുന്നത് അതുപോലെ തന്നെ കളിക്കുന്നത്. പിന്നെ സ്പീഡാണ് മെയിൻ. ഇപ്പോൾ എങ്ങാനും കയറിപ്പോയാൽ തന്നെ ഓടി ഇറങ്ങുവാനും എന്നുവെച്ചാൽ നല്ല സ്പീഡിൽ തന്നെ, അതായത് നല്ല സ്പീഡുള്ള ഇപ്പം സാമുലേറ്റുവിനെ പോലെയൊക്കെയാണ് തന്നെ കമ്പയർ വെച്ച് നോക്കുകയാണ്. അവരെ വരെ ഈ ഇത് അവർനിയേഴ്സും സ്പീഡും വെച്ച് ഓടിപ്പിടിക്കുന്നുണ്ട്. എനിക്ക് ഒരുപാട് ഡിവിഷൻ 1 മാച്ചിൽ നല്ല അടിപൊളി പെർഫോമൻസ്, ഞാൻ ഗോളെന്ന് ഉറപ്പിച്ചത് വരെ നല്ല ഓടിപ്പിടിച്ച് നമുക്ക് പെർഫോമൻസ് തരുന്നുണ്ട്. അതാണ് നമുക്ക് മാൾഡിനെക്കുറിച്ച് പറയാനുള്ളത്. അപ്പം എല്ലാവരും നിങ്ങളുടെ അഭിപ്രായം പറയുക. പിന്നെ നോക്കുകയാണെങ്കിൽ ഞാൻ പറയുന്ന കോയിൻസുള്ള എല്ലാവരും ഈ പാക്കിന് വേണ്ടി സ്പെൻഡ് ചെയ്യുക. ഇനിയിപ്പോൾ കുറഞ്ഞ ദിവസം കൂടെ ഉള്ളൂ, എന്തായാലും സ്പെൻഡ് ചെയ്യുക. എന്നുവെച്ചാൽ കിട്ടിയ 100% ഓർത്തായ കാർഡാണിത്. എന്നുവെച്ചാൽ ഇനി ഒരു മാൾഡീനെ കാർഡ് എന്നാ വരിക, എന്താ നമുക്ക് ഡാറ്റാ ബേസിൽ ആഡ് ചെയ്തിട്ടില്ല. നിലവിലിപ്പം ഒരുപാട് മുന്നേ ആഡ് ചെയ്ത കാർഡാണ് ഇപ്പോൾ വന്നത്. അപ്പോൾ കോയിനുള്ള എല്ലാവരും ഈ കാർഡിന് വേണ്ടി ട്രൈ ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. അത്രയ്ക്ക് നല്ല പെർഫോമൻസ് ഈ കാർഡ് ഗെയിമിൽ തരുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് മാൾഡീനെ കുറിച്ച് പറയാനുള്ളത്. ഇനി തുറാമിനെ കുറിച്ച് സെപ്പറേറ്റ് വീഡിയോ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ പറയാം. നമുക്ക് അടുത്ത